സജി നന്ദിയായിട്ട് നിർമ്മാതാക്കൾ വെറുതെ കരയുന്നതല്ലാതെ മറ്റു എന്തെങ്കിലും വഴികൾ ഇതിൽ തുറക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എന്തു വന്നാലും മലയാള സിനിമയിൽ താരങ്ങൾ പിടിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അതിനൊരു പവർ ഗ്രൂപ്പ് തന്നെ സിനിമയിലുണ്ടല്ലോ. കാലാകാലങ്ങളിൽ 1990 മുതലാണ് സിനിമ നിർമ്മാതാക്കൾക്കും തിയേറ്ററുകാർക്കും ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർക്കും നഷ്ടങ്ങൾ തുടങ്ങിയത്. അതിന്റെ കാരണം എന്താണ്? സിനിമയോട് കമ്മിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഡെഡിക്കേഷൻസ് ഉള്ള ആർട്ടിസ്റ്റുകളല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയേണ്ടി വരും. കാരണം ഇവർക്ക് പണം മാത്രം മതി. ഇവർക്ക് കോടാനുകൂടി രൂപ ഇവർ സമ്പാദിക്കുന്നുണ്ട്, സമ്പാദിച്ചോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അവസ്ഥയോടെ ഒരു മനസ്സിലാക്കണ്ടേ? ഇവർക്ക് എവിടെയാ മനസാക്ഷി? ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ല. ഞാൻ പച്ചയ്ക്ക് പറയാൻ പോവാണ്, ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ല. അടുത്ത ദിവസങ്ങളിൽ പല കാര്യങ്ങളും പല ആർട്ടിസ്റ്റും ഞാൻ വെളിവിടും. ഇവര് ആരോടാ കളിക്കുന്നത്? പ്രൊഡ്യൂസർമാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാർ എവിടെയാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നത്? പ്രൊഡ്യൂസർമാർ ആന്റണി പെരുമ്പാവൂർ എന്നുള്ള മലയാള സിനിമയിലെ ഏറ്റവും പ്രബലനായ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയട്ടെ ഇവിടെ പ്രൊഡ്യൂസർമാർ ഒറ്റക്കെട്ടായി നിൽക്കില്ല. കാലാകാലങ്ങളിൽ പ്രൊഡ്യൂസർമാരെ ഭിന്നിപ്പിക്കുന്ന ആരാണ്? ഇവിടുത്തെ അമ്മ എന്ന സംഘടനയിലെ ആർട്ടിസ്റ്റുകളാണ്. ഒരു സംശയം വേണ്ട. എനിക്കിതിനകത്ത് ഇന്റർ പൊളിറ്റിക്സ് അറിയാം. ഞാൻ ഈ വേറെ വർക്ക് ചെയ്യുന്ന ആളല്ലേ. ഇതിനകത്ത് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ആൾക്കാർക്ക് പണം പോകും. ഇവർക്ക് എന്താ മനസാക്ഷി? ഇവർ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക്. ഇവർക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റി ഇവിടുത്തെ ഇവരെ വെച്ച് പണം പിടിച്ച് ഇവരെ ആദ്യമായി സിനിമയെ കൊണ്ടുവർക്ക് ചെയ്യാമല്ലോ. ഈ മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ ആദ്യം സിനിമയെ കൊണ്ടുവന്ന പല പ്രൊഡ്യൂസർമാരും നിവൃത്തികേട് നിൽക്കുകയാണ്. ഇവർക്ക് ശാനം സഹായം അവർക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇവരൊന്നും ഒരു മനസാക്ഷി ഉള്ളവരൊന്നുമല്ല. അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്മയിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനസാക്ഷിയുള്ളവർ പ്രേം നസീർ ഉണ്ടായിരുന്നു, കലാഭവൻ മണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഹൗ ടു മേക്ക് മണി എന്ന ഒറ്റ ചിന്തയുള്ളൂ. അല്ല, അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായതാണ്. അപ്പോൾ ആ ഒരു പ്രബലമായ ഗ്രൂപ്പ് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിർമ്മാണ രംഗത്ത് അത്രമാത്രം സജീവമല്ലാത്തവർ പോലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്. ആ സംഘടനയെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റുന്നതാണല്ലോ. ഒരു പടം നിർമ്മിക്കാൻ വന്നവൻ 100 പടം നിർമ്മിക്കാൻ വന്നതാണ്. അവന്റെ കട്ടയം പടം മുടക്കിയത് ഇവരല്ലേ? ഇവിടെ മലയാള സിനിമയിലെ നിർമ്മാതാക്കളെല്ലാം തന്നെ ഒരു സിനിമ പിടിച്ചപ്പോ ഒരു പടം കൊണ്ട് നിർത്താൻ വന്നവരൊന്നും അല്ലല്ലോ മഞ്ജുഷേ. 100 പടം പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നവരാ. അവരെ കട്ടയം പടം മുടക്കി കൊടുത്താ അവര്. എത്ര പേർ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ അവർ വന്നപ്പോഴും ഇപ്പോഴും ഉള്ള സാമ്പത്തിക നിലയെടുത്ത് ചിന്തിക്കാൻ പറ്റില്ല. സിനിമ നിർമ്മിക്കാൻ വന്ന പ്രൊഡ്യൂസർമാരുടെ അന്നത്തെ നില ഇന്നത്തെ നിലയെടുത്ത് ഇപ്പൊ മനസ്സിലാവും ഈ വ്യത്യാസം. ഞങ്ങളെ പൊതുസമൂഹത്തിന് ഞങ്ങളെ ഇഷ്ടമല്ല. കാരണം ഞങ്ങളെ അല്ല അവർക്ക് ഇഷ്ടം. ഞങ്ങൾ ഈ കട്ടന് പിന്നിൽ നിൽക്കുക. ആർട്ടിസ്റ്റുകളുടെ നന്മയുള്ള കഥാപാത്രങ്ങളെ അവർ മനസ്സിൽ ആവാഹിച്ച് വെച്ചിരിക്കുക. അപ്പൊ അവരോട് അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഗവൺമെന്റ് പോലും പറഞ്ഞത് എന്താണ്? ഞങ്ങളെന്തോ സിനിമകൾക്ക് വേണ്ടി ചെയ്തത്. ഒരു ഗവൺമെന്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇഞ്ചി മുട്ടായി മേടിച്ചു തന്നിട്ടില്ല. അല്ല, മന്ത്രിയുടെ നിലപാട് ഇതാണ്, നിങ്ങൾ തമ്മിൽ മത്സരിക്കട്ടെ എന്നാണ്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ സിനിമയുടെ നിലവാരം കൂടും എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. ശ്രീ ബൈജു കൊട്ടാരക്കര